ഇതുവരെ കണ്ടത് പോയി, ഇനി കാണാൻ പോകുന്നതാണ് നിജം. മലൈക്കോട്ടെ വാലിബൻ സിനിമ കഴിഞ്ഞു, ഇപ്പോൾ അങ്ങോട്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ 6:30 ഷോയ്ക്കാണ് പോയത്. മലൈക്കോട്ടെ വാലിബൻ, മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ, ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സിനിമ കണ്ടു. ഈ സിനിമ എന്താ പറയുക, കണ്ടിട്ട് എന്ത് തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഏവറേജ് ഫീലാണ് ഈ സിനിമ സമ്മാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ സ്റ്റോറി കാര്യങ്ങളൊന്നും ഞാൻ പറയാം. സ്റ്റോറി പറയുകയാണെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ്റെ കഥ, ഒരു നാടോടിയായ മലൈക്കോട്ടെ വാലിബൻ്റെ കഥ, ഒരു എന്താ പറയുക, മൊത്തത്തിൽ എന്താ പറയുക, ഓരോ നാടുകൾ പിന്നെ ഇങ്ങനെ ഒരു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു നാടോടി, ഒരു മല്ലൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകല്ലോ ട്രെയിലറും കാര്യങ്ങളൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കിഡിലൻ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മെയിനായിട്ട് ഇൻട്രോ സീൻ, പലരും പറഞ്ഞു ഇൻട്രോ സീന് തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നു. കുലുങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഇൻട്രോ ഒക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിൽ ആ കോമഡി, അദ്ദേഹത്തിൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ആ ശരിക്കും ഒരു ജിയൻ്റ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു അജാനബാഹുവായ ഒരു മനുഷ്യൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈറ്റ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ക ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ്, പക്ക LJP പടമാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ ലാലേട്ടൻ്റെ കുറച്ച് മാസ് കാര്യങ്ങളൊക്കെ, കുറച്ച് കോമഡി കാര്യങ്ങൾ കൊണ്ടുവന്നു. ആ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നമ്മളെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടങ്ങളിൽ എങ്ങനെയാണോ അവർ പിന്നെ സാധാരണ ചെയ്യുന്നത്, അതേ മെത്തേഡിലാണ് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫൊക്കെ സൂപ്പറായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഒഴുക്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു അരമണിക്കൂർ സിനിമയുടെ എൻഡ്, അതായത് ഏറ്റവും അവസാനത്തെ ആ ഒരു 5 മിനിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഒരു അരമണിക്കൂർ പടം കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്, പടം കയ്യിൽ നിന്ന് പോയി ലാസ്റ്റ് ഒരു അരമണിക്കൂർ. അതായത് 2.5 മണിക്കൂറാണ്, 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ ഫസ്റ്റ് 2 മണിക്കൂർ നല്ല രീതിയിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫൈറ്റ് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫൈറ്റുകളുണ്ട്. ഡയലോഗുകളൊക്കെ ശരിക്കും ഒരു നാടകം ഫീൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിലും അത് രസമുണ്ടായിരുന്നു, നല്ല രസകരമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ആദ്യത്തെ ആ 2 മണിക്കൂർ നല്ല രീതിയിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കിഡിലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, രസകരമായ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ് നമുക്കറിയാം, ആ ഒരു രീതിയിൽ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, രസകരമായ രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞുള്ള ബാക്കിയുള്ള 30 മിനിറ്റ്, ലാസ്റ്റ് ഒരു 30 മിനിറ്റ് പക്ക ക്ലീഷ സ്റ്റോറി കളഞ്ഞതാണ്. പക്ക ക്ലീഷ ആ ഒരു ഭാഗം വേണ്ടായിരുന്നു തന്നെ എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ക ക്ലീഷ ആയി കഴിഞ്ഞാൽ ആ ഒരു 30 മിനിറ്റുകളാണ്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു 5 മിനിറ്റ് പൊളിച്ച് പറഞ്ഞാൽ സൂപ്പർ കിഡിലൻ, ശരിക്കും കിഡിലൻ ഒരു സർപ്രൈസ് ലാസ്റ്റ് 5 മിനിറ്റ് ഉണ്ട്. ഒരു കിഡിലൻ സർപ്രൈസാണ് ലാസ്റ്റ് 5 മിനിറ്റുള്ളത്. ആ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ, ആ ഒരു രക്ഷയിലായിരുന്നു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ പടം പോയി തന്നെ പറയാം. പക്ഷേ സിനിമ ആ ഒരു ലാസ്റ്റ് ഒരു അരമണിക്കൂർ എനിക്ക് നമ്മൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആ ഒരു രീതിയിലായിരുന്നു ആ സംഭവം. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാം. നല്ല ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ, ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിഡിലൻ പെർഫോമൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ വാലിബൻ്റെ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ചിഹ്നനായിട്ട് അനിയനായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്, സൂപ്പറായിരുന്നു. അടിപൊളി കോമഡി കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും കിട്ടിയ റോളുകളെല്ലാവരും ഗംഭീരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു അരമണിക്കൂറാണ്. ആ ഒരു അരമണിക്കൂർ ഇല്ലായിരുന്നെങ്കിൽ, സാധാരണ സിനിമ ഫസ്റ്റ് ഹാഫ് പിന്നെ ഡൗൺ ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് ലാസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ പിന്നെ എന്താ പറയുക കിഡിലനാണെങ്കിൽ പടം സൂപ്പറാകും, അടിപൊളിയാവും. നമ്മൾ ഫസ്റ്റ് ഹാഫൊക്കെ മറക്കും. അതായത് ലാസ്റ്റിലേക്ക് അരമണിക്കൂറൊക്കെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കിഡിലനായിട്ട് നമുക്ക് അത്രയും ഗംഭീരമാക്കി ചെയ്തിരുന്നെങ്കിൽ ആദ്യത്തെ ആ ഒരു ലാഗ് കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് മറക്കും. പിന്നെ നമ്മൾ തിയേറ്ററിൽ നടക്കുമ്പോൾ ആ ഒരു ലാസ്റ്റിലുള്ള ആ ഒരു മൊമെൻറ്റ്സ് ആയിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക. എക്സാമ്പിളായിട്ട് വിക്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലാസ്റ്റ് ആ റോളക്സ് വന്ന ആ ഒരു സീന്, അതായിരുന്നു നമ്മളെ മനസ്സിൽ. ആ ഒരു വെച്ചാണ് നമ്മൾ തിയേറ്റർ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു ഫീൽ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് 5 മിനിറ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 2-3 മിനിറ്റ് നമുക്കൊരു കിട്ടുന്ന സർപ്രൈസ് ഉണ്ട്. പക്ഷേ അത് അത്രയും അങ്ങോട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് ഒരു അരമണിക്കൂറുള്ള ഈ ഒരു പ്രശ്നം കൊണ്ട്. എന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്കുക, തിയേറ്ററിൽ കാണേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു അരമണിക്കൂർ സഹിച്ചേ പറ്റുള്ളൂ. അതാണ് സംഭവം. അതെ, ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്കൊരു ആവറേജ്
ഫ്ലിറ്റായിട്ടാണ് ഈ ഒരു സിനിമ തോന്നിയത്. എന്തായാലും തിയേറ്റർ സ്റ്റഫ് ഉണ്ട്, തിയേറ്ററിൽ കാണാൻ പറ്റുള്ള സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, സെക്കൻഡ് പാർട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് സിനിമയുടെ പോക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.